ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 0 to 50,000 സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ പറ്റിയാണ്. ഇന്ന് കാനഡയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒത്തിരി മലയാളികളുണ്ട്. എന്റെ ഈ ജേർണിയിൽ എനിക്ക് വന്ന നല്ല എക്സ്പീരിയൻസും ചീത്ത എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എന്റെ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോയും പിന്നെ അതിന്റെ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സും പങ്കുവയ്ക്കാം. ഞാൻ എന്റെ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ 2 ടാക്സ് ഷെൽട്ടേഡ് സേവിംഗ്സ് അക്കൗണ്ടിലായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടാക്സ് ഷെൽട്ടേഡ് സേവിംഗ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാനും ഇല്ലാതാക്കാനും സഹായിക്കുന്ന അക്കൗണ്ടുകൾ. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് TFSAയിലും RRSPയിലുമാണ്. TFSA സ്റ്റാൻഡ്സ് ഫോർ ടാക്സ് ഫ്രീ സേവിംഗ്സ് അക്കൗണ്ട് ആൻഡ് RRSP സ്റ്റാൻഡ്സ് ഫോർ രജിസ്റ്റേർഡ് റിട്ടയർമെന്റ് സേവിംഗ്സ് പ്ലാൻ അക്കൗണ്ട്. ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്രേഡ് എന്ന ബ്രോക്കറേജിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2018 ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ അക്കൗണ്ടിൽ ഏകദേശം $50,000 ആയിട്ടുണ്ട്. ഈ $50,000 ക്യാഷ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, പിന്നെ ETF ഉണ്ട്. ഈ അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് ക്യാഷ് കരുതിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയാണ്. ഈ അക്കൗണ്ടിൽ ഏകദേശം 30% ക്യാഷ് ഞാൻ റിസർവ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ട് ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്കും $100,000 എത്തിക്കണമെന്നാണ് ആഗ്രഹം. ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു എന്നതല്ല കാര്യം, എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നതാണ് കാര്യം. ഞാൻ എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അഡ്വൈസർ അല്ല. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ പോർട്ട്ഫോളിയോയിലെ ഓരോ സ്റ്റോക്സും ഞാൻ വാങ്ങിച്ചിരിക്കുന്ന എൻ്റെ റിസ്ക് ടോളറൻസ്, എനിക്കിഷ്ടപ്പെട്ട കമ്പനീസ്, എൻ്റെ മാർക്കറ്റ് റിസർച്ച്, ഇങ്ങനെ പല ഫാക്ടേഴ്സും കണക്കാക്കിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റോക്ക് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോ വാട്ട് യുവർ ഇൻവെസ്റ്റിംഗ്, നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്ത് നിങ്ങൾ വാങ്ങണം. ചിലപ്പോൾ എൻ്റെ റിസ്ക് ടോളറൻസ് വെച്ചിട്ട് കൂടുതലായിരിക്കും. അത് കാരണം മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മാർച്ച് 4 മാർച്ച് 4 സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ഡൗൺ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഓൾമോസ്റ്റ് $47,000 ഉണ്ട്. പിന്നെ സ്റ്റോക്ക് ആൻഡ് ETF ഓൾമോസ്റ്റ് $35,000 ക്യാഷ് ഓൾമോസ്റ്റ് $11,000. ഈ ക്യാഷിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയാണ്. ഈ അക്കൗണ്ടിൽ 2018 ഈ അക്കൗണ്ട് തുടങ്ങി. ഇതുവരെ ഈ അക്കൗണ്ടിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ $12,321 പ്ലസ് ദ ഡിവിഡൻറ്റ്. ഇത് ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. USD -448 കാണിച്ചിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച $US എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ആ നഷ്ടമാണ് ഈ -$448 കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എൻ്റെ ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ടിലേക്ക് പോകാം. സോ ഇതാണ് എൻ്റെ ടോട്ടൽ TFSA അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ ഞാൻ ഒത്തിരി സ്റ്റോക്സും ETFസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റോക്സും ഞാൻ വാങ്ങിച്ച കാരണം ഇത് എനിക്കുണ്ടായ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ 2 ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. ആദ്യത്തത് വെൽസിമ്പിൾ, രണ്ടാമത്തെ ക്വസ്റ്റ്രേഡ്. വെൽസിമ്പിളിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ചാർജ് ആണ്. നിങ്ങൾ ആദ്യത്തെ $100 ഇടുമ്പോൾ നിങ്ങൾക്ക് $10 റഫറൽ ബോൺസ് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്രേഡ് ആണ്. നിങ്ങൾ ഈ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആദ്യത്തെ $1,000 ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് $25 റഫറൽ ബോൺസും കിട്ടും. നിങ്ങൾ ഈ ലിങ്ക് യൂസ് ചെയ്താൽ എനിക്കും കമ്മീഷൻ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഈ ലിങ്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ആൻഡ് ഗോ ടു ക്വസ്റ്റ്രേഡ് ഓർ വെൽസിമ്പിൾ ആൻഡ് സ്റ്റാർട്ട് ആൻ അക്കൗണ്ട്. സോ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പോകാം. സോ ഇതാണ് എൻ്റെ ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട്. എൻ്റെ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അറോറ കാനബിസ് ആണ്. ഈ കാനബിസ് കമ്പനിയുടെ ഒരു സ്റ്റോക്കാണ് എൻ്റെ നിലവിലുള്ളത്. ഇതിൻ്റെ 10 സ്റ്റോക്ക് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ കമ്പനി റിവേഴ്സ് സ്പ്ലിറ്റ് ചെയ്തു. കമ്പനി എൻ്റെ 10 ഷെയർ എടുത്തിട്ട് കമ്പനി എനിക്ക് 1 ഷെയർ തന്നു. അത് കാരണം എൻ്റെ ആവറേജ് പ്രൈസ് വളരെ ഹൈ ആണ്. $85 ആണ് ഇപ്പോൾ എൻ്റെ ആവറേജ് പ്രൈസ്. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ $12 ഉള്ളൂ. എൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ $73 നഷ്ടമാണ്. ഇതെൻ്റെ 0.05% എൻ്റെ പോർട്ട്ഫോളിയോയിൽ. ഈ സ്റ്റോക്ക് ഈ ആവറേജ് പ്രൈസ് എനിക്ക് ഈസി ആയിട്ട് താഴെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതെനിക്ക് താല്പര്യമില്ല. കാരണം ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ കറണ്ട് ഡെറ്റ് എന്ന് പറയുന്നത് $152 മില്യണും ഇതിൻ്റെ ഇവരുടെ കയ്യിലുള്ള ക്യാഷ് ആൻഡ് ഈക്വലൻസ് $162 മില്യൺ. സോ ഇത് ഭയങ്കര റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് കാരണം മാത്രമാണ് എനിക്ക് കൂടുതൽ ക്യാഷ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്. സോ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അഫീറയാണ്. അഫീറ ഒരു കാനബിസ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ 10 സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് $10.51 ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ $19 ഉണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ $198 ആണ്. ഇതിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ 0.82% ആണ്. ഇതിൻ്റെ ലാഭം $93.30 ആണ്. എനിക്ക് ഈ കമ്പനിയിൽ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ പ്രൈസ് 10.51 താഴെ വന്നാൽ മാത്രമാണ് ഞാൻ ഇനി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അടുത്തത് ഒരു ബാങ്കിങ് കമ്പനിയാണ്. ഒരു കനേഡിയൻ ബാങ്കാണ്. എനിക്ക് സ്റ്റോക്ക് വളരെ താല്പര്യമുള്ളൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിന് 28 സ്റ്റോക്ക് എൻ്റെ ഉണ്ട്. ഇത് ഞാൻ വാങ്ങിച്ച $72.61 പ്രൈസ്. ഇപ്പോഴത്തെ പ്രൈസ് $108 ആണ്. കാരണം ഇപ്പോൾ ഓയിൽ പ്രൈസ് വളരെ ഹൈ ആണ്. അത് കാരണമാണ് ഈ സ്റ്റോക്ക് $108. ഇതെൻ്റെ 12.53% ഈ സ്റ്റോക്ക് എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ. എൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ $993.
അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിവിഡൻഡ് സ്റ്റോക്കാണ്. ഇത് കനേഡിയൻ നാച്ചുറൽ റിസോഴ്സസ്. ഇതൊരു ഓയിൽ ആൻഡ് പെട്രോൾ ഇൻഡസ്ട്രിയിൽ പെടുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ 65 സ്റ്റോക്സ് എനിക്കുണ്ട്. എൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ $20.23. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $39.28. ഇതെൻ്റെ ഓൾമോസ്റ്റ് 10.57% ആണ് ഇതെൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ വരുന്നത്. എൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ $1,237 ആണ്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഹൈ ആണ്, മെയിൻലി ബിക്കോസ് ഇറ്റ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇപ്പോൾ വളരെ കൂടുതലാണ്. അത് കാരണം മാത്രമാണ് ഈ സ്റ്റോക്സ് ഇപ്പോൾ $39 ആയിരിക്കുന്നത്. ഇതൊരു ഡിവിഡൻഡ് സ്റ്റോക്കാണ്. ഇതിൻ്റെ ഡിവിഡൻഡ് ഇപ്പോഴത്തെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 4.33% ആണ്. സോ നല്ലൊരു ഡിവിഡൻഡ് സ്റ്റോക്കാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഓൾമോസ്റ്റ് 100 സ്റ്റോക്സ് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ സ്റ്റോക്സ് ഡൗൺ ആകുമ്പോൾ ശകലം കൂടെ വാങ്ങണം എന്നാണ് എൻ്റെ താല്പര്യം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഹെക്സോയാണ്. ഇതൊരു കാനബിസ് കമ്പനിയാണ്. ഇതിൻ്റെ 49 ഷെയർ ആണ് എൻ്റെ ഉള്ളത്. ഇതിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ $9.60. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ $8.09. ഈ സ്റ്റോക്കിൽ നിന്ന് എനിക്ക് വന്ന നഷ്ടം $74 ആണ്. ഇതെൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 1.64% ആണ് എടുക്കുന്നത്. ഈ സ്റ്റോക്ക് എനിക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ല. ഈ സ്റ്റോക്ക് എന്ന് $10 മേളിലാവുന്നു അന്ന് ഞാൻ ഈ സ്റ്റോക്ക് സെൽ ചെയ്യും. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കാനബിസ് ഇൻഡസ്ട്രി എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഒരു മേജർ പോർഷൻ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോക്ക് സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ എൻ്റെ നെക്സ്റ്റ് സ്റ്റോക്ക് ഹൈവ് ബ്ലോക്ക് ചെയിൻ. ഇതൊരു ക്രിപ്റ്റോ കറൻസി മൈനിങ് കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തീരുമാനമെടുത്തായിരുന്നു എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 5% മാത്രമാണ് ഞാൻ ക്രിപ്റ്റോ കറൻസി സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന്. സോ അത് കാരണം അന്നത്തെ എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 5% എന്ന് പറഞ്ഞാൽ $1,700 ആയിരുന്നു. സോ ഞാൻ ഹൈവ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ 2109 സ്റ്റോക്ക് വാങ്ങിച്ചു. എൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 79 സെൻസ് ആയിരുന്നു. ഇപ്പം ഒരു സ്റ്റോക്കിൻ്റെ വില $4.43 ആണ്. ഈ പ്രൈസ് ഇൻക്രീസ് കാരണം ഈ ഒരൊറ്റ സ്റ്റോക്ക് എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 38% മാറി. ഇതിൽ നിന്ന് എനിക്ക് ലാഭം വന്നത് $7,673 ആണ്. ഇതിൽ നിന്ന് എൻ്റെ ലാഭം. സോ എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 38% ക്രിപ്റ്റോ കറൻസി ആവണമെന്ന് എനിക്ക് ഒരു പ്ലാനുമില്ല. സോ ഇനി വരും മാസങ്ങളിൽ ഞാൻ ഈ പോർട്ട്ഫോളിയോ ട്രിം ചെയ്ത് ഇത് ബിലോ 10% ആക്കണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. സോ എൻ്റെ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. എനിക്കെൻ്റെ 4 സ്റ്റോക്കാണ്. എൻ്റെ കോസ്റ്റ് ബേസ് എന്ന് പറഞ്ഞാൽ $150 ആണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $231 ആണ്. ഇതിൽ നിന്നുള്ള ലാഭം എന്ന് പറഞ്ഞാൽ $489 ആണ്. ഇതിൽ നിന്നുള്ള ലാഭം ഇതെൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 4.85% ആണ്. ഞാൻ ഡെഫിനറ്റ്ലി മൈക്രോസോഫ്റ്റിന് $200 താഴെ പോവുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇനിയും ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോക്സ് വാങ്ങുന്നതായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോയിൽ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് പെറെക്സ് റിസോഴ്സസ് ആണ്. ഇതൊരു ഓയിൽ ആൻഡ് ഗ്യാസ് റിസോഴ്സ് ആണ്. ഇതിൻ്റെ 5 സ്റ്റോക്കാണ് എൻ്റെ കയ്യിലുള്ളൂ. ഇത് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച സ്റ്റോക്കാണിത്. ഞാൻ ഇതിൻ്റെ 5 സ്റ്റോക്കാണ് വാങ്ങിച്ചത്. എൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ $19.66 ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വില $23.75. ഇതിൽ നിന്നുള്ള ലാഭം $20.45. ഇത് എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 0.49% ആണ്. എന്ന് പറഞ്ഞാൽ ഷോപ്പിഫൈ ആണ്. ഞാൻ ഷോപ്പിഫൈ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കോസ്റ്റ് $183 ആയിരുന്നു. ഇപ്പോൾ ഒരു ഷോപ്പിഫൈ സ്റ്റോക്കിൻ്റെ വില $1,431 ആണ്. ഈ ഒരു ഒറ്റ സ്റ്റോക്കിൽ നിന്ന് എൻ്റെ ലാഭം $1,247 ആണ്. എൻ്റെ കയ്യിൽ ഷോപ്പിഫൈയുടെ കൂടുതൽ ഷെയർസ് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഞാൻ വിറ്റ് കളഞ്ഞതാണ്. മെയിൻ കാരണം ഷോപ്പിഫൈ തന്നെ എൻ്റെ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ 60 അല്ലെങ്കിൽ 70% കവർ ചെയ്തിരുന്നു. ആ പെർസെൻറ്റേജ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോപ്പിഫൈ സ്റ്റോക്സ് വിറ്റ് കളഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് ETF ആണ്. ഈ ETF-ൻ്റെ പേര് വീഗ്രോ എന്നാണ്. ഇതിൻ്റെ 43 ഷെയർ ഉണ്ട്. എനിക്കിത് ഞാൻ വാങ്ങിച്ച് $27 ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് $29 ആണ്. ഇതെൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 5.26% ആണ്. ഇതിൽ നിന്ന് എനിക്ക് ലാഭം വന്നത് $109 ആണ്. ഈ ETF-ൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 0.22% ആണ്. ഓരോ $100 22 സെൻറ്റ് ആണ് ഇതിൻ്റെ എക്സ്പെൻസ്. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 1.80% ആണ്. ഇതിൻ്റെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഈ ETF-ൻ്റെ അടിയിൽ വരുന്നതാണ്. സോ ഇത് ഭയങ്കര വലിയൊരു ഡൈവേഴ്സിഫൈഡ് ഫണ്ടാണ്. ഇതിൽ ബോണ്ട്സും വരുന്നുണ്ട്. 80% സ്റ്റോക്സും 19% ബോണ്ടുമാണ്. ഈ ETF-ൻ്റെ ഉള്ളിൽ 7 ഡിഫറെൻറ്റ് വാൻഗാർഡിൻ്റെ തന്നെ ETF വരുന്നുണ്ട്. ഒന്ന് ടോട്ടൽ US മാർക്കറ്റ്, ടോട്ടൽ കനേഡിയൻ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ്, കനേഡിയൻ ബോണ്ട്, US ബോണ്ട്, എമർജിംഗ് മാർക്കറ്റ്സ് ആൻഡ് അഗ്രിഗേറ്റഡ് ബോണ്ട് മാർക്കറ്റ്. സോ നിങ്ങളൊരു ഡിവേഴ്സിഫൈഡ് ഫണ്ടാണ് നിങ്ങൾ തപ്പി നടക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. പിന്നെ ഇനിയിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയാലും ഈ ഫണ്ട് കംപ്ലീറ്റ്ലി ഡൗൺ ആവില്ല. കാരണം ഇതിൻ്റെ അകത്ത് ബോണ്ട്സ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഹൈ ആകുമ്പോൾ ബോണ്ട് താഴെ പോകും, ബോണ്ട് ഹൈ ആകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോകും. സോ അത് കാരണം ഇതൊരു നല്ലൊരു ഡിവേഴ്സിഫൈഡ് ഫണ്ടാണ്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു റീറ്റ് ETF ആണ്. ഇതിൻ്റെ പേര് VRE എന്നാണ്. ഇതിൻ്റെ 50 സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇത് എനിക്ക് വന്ന കോസ്റ്റ് ഓൾമോസ്റ്റ് $22 ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഓൾമോസ്റ്റ് $31. ഇതിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 6.5% ആണ്. ഇതിൽ നിന്ന് എനിക്കുണ്ടായ ലാഭം $476 ആണ്. ഈ ETF-ൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 0.35, ഓരോ $100 35 സെൻറ്റ്. ഇതിൻ്റെ
yield 3.74 ആണ്. ഇതിൻ്റെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ റീറ്റ്സും ഈ ETF വരുന്നതാണ്. സോ ഇറ്റ്സ് എ നൈസ് ഡിവിഡൻഡ് പേയിങ് റേറ്റ് ETF. സോ നെക്സ്റ്റ് വരുന്നത് ഇതൊരു കാനബിസ് കമ്പനിയാണ്. ഇതിൻ്റെ പേര് കനോപ്പി എന്നാണ്. ഇതിന് 3 ഷെയറാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ഒരു ഷെയർ ഞാൻ വാങ്ങിച്ചത് $32 ഇപ്പോൾ ഓൾമോസ്റ്റ് $39 ഉണ്ട്. ഇതിൽ നിന്നുള്ള ലാഭം $21.90 ആണ്. ഇതെൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 0.49% ആണ്. അടുത്ത് വരുന്ന ഒരു ETF ആണ്. ഇത് iSharesൻ്റെ XIC. ഇതിൻ്റെ 100 ഷെയർ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ $22 ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് $29 ഉണ്ട്. ഇതിൽ നിന്നുള്ള ലാഭം 713 ആണ്. പക്ഷേ ഈ ETF എൻ്റെ പോർട്ട്ഫോളിയോയുടെ 12% എടുക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഡിവിഡൻഡ് പേയിങ് ETF ആണ്. ഇതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 3.04 ആണ്. ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, 0.05. അതായത് $100.05 ആണ് ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. ഇതിൻ്റെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ടോപ്പ് കനേഡിയൻ കമ്പനീസാണ് ഇതിൽ വരുന്നത്. ഇതിലേക്ക് കൂടുതൽ ഷെയർ ആഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. സോ ഇതെൻ്റെ RRSP അക്കൗണ്ടാണ്. ഇതിൽ എനിക്ക് 4 ഷെയറാണ് ഉള്ളത്. എൻ്റെ ആദ്യത്തെ സ്റ്റോക്ക് ആലിബാബയാണ്. ഇതിൻ്റെ 10 ഷെയർ ഉണ്ട്. എനിക്ക് ഇതിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ $231. ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് $233 ആണ്. ഇതെൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 26%. ഇതിൽ നിന്ന് എനിക്കുള്ള ലാഭം $21.90 ആണ്. ആലിബാബ ഒരു ചൈനീസ് ജയന്റ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് ഓൾമോസ്റ്റ് $234 ബില്യൺ ആണ്. ഈ കമ്പനിയുടെ റവന്യൂ ഗ്രോത്തും ഏർണിംഗ്സ് ഗ്രോത്തും നിങ്ങൾക്ക് കണ്ടറിയാം. ഓരോ വർഷം കൂടി വരുവാണ്. സോ ഇതൊരു നല്ലൊരു സോളിഡ് കമ്പനിയാണ്. സോ നെക്സ്റ്റ് ഒരു ടൊബാക്കോ കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേര് ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ എന്നാണ്. ഈ കമ്പനിയുടെ 40 ഷെയറാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ആവറേജ് എനിക്ക് കോസ്റ്റ് വന്നത് $35. ഇപ്പോഴത്തെ പ്രൈസ് $36 ആണ്. ഇതിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 16.67% ആണ്. ഇതിൽ നിന്ന് എനിക്കുള്ള ലാഭം $31 ആണ്. ഇതൊരു നല്ലൊരു ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 9.48% ആണ്. ഈ കമ്പനി ഇപ്പോൾ നിലവിൽ ഡൗൺ ആണ്, മെയിൻലി ബിക്കോസ് ഓഫ് ദ കാനബിസ് സെക്ടർ. സോ ഈ കമ്പനിയുടെ ശകലം കൂടെ ഷെയർ വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഉടനെ തന്നെ ഇല്ല. ഇതൊരു 30 താഴെ പോയാൽ എന്തായാലും ഞാൻ കൂടുതൽ ഷെയർ ആഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റോക്ക് ഒരു ക്രൂയിസ് ലൈൻ ആണ്. ഇതിന്റെ പേര് കാർണിവൽ എന്നാണ്. ഇതിന്റെ 125 ഷെയറാണ് എനിക്കുള്ളത്. ഇതിന്റെ ഞാൻ വാങ്ങിച്ച പ്രൈസ് എന്ന് പറഞ്ഞാൽ $33 ആണ്. ഇപ്പോഴത്തെ പ്രൈസ് $26 ആണ്. ഇതിൽ നിന്ന് എനിക്കൊന്ന് നഷ്ടം $893 ആണ്. ഇതിന്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ 36.97% ആണ്. കോവിഡ് കാരണം അഫക്റ്റ് ചെയ്തൊരു ബിസിനസ്സാണ്. കോവിഡ് കാരണം ക്രൂയിസ് ലൈൻ മൊത്തം ക്യാൻസൽ ആയപ്പോൾ കാർണിവലിന് ബിസിനസ് ഇല്ലായിരുന്നു. ഇവരുടെ ഇൻകം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 2019 ഇവർ ചെയ്ത ബിസിനസ് 20 ബില്യൺ ആണ്. 2020 അത് വെറും 5 ബില്യൺ ആയി കുറഞ്ഞു. കാരണം കോവിഡ് ആണ്. ഈ കോവിഡ് കാരണം ഇവർക്കുണ്ടായ നഷ്ടം നിങ്ങൾക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അറിയാം. ഇവരുടെ ടോട്ടൽ നഷ്ടം എന്ന് പറഞ്ഞാൽ $9 ബില്യൺ ആണ്. സോ ഇവർക്ക് കോവിഡ് കാരണം ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവർ ഒത്തിരി ക്യാഷ് ബേൺ ചെയ്യുന്നുണ്ടായിരുന്നു ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്. കാരണം ഇവർക്ക് ഒത്തിരി എംപ്ലോയീസ് ഉണ്ട്, ഒത്തിരി ഷിപ്സ് ഉണ്ട്. ഇവർ കണ്ടമാനം ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ബേൺ ചെയ്യുന്നുണ്ടായിരുന്നു. സോ കോവിഡ് കഴിയും വരെ ഈ കമ്പനി സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കാരണം മാത്രമാണ് ഞാൻ ഈ 33 താഴെ ഷെയർ പ്രൈസ് കുറഞ്ഞപ്പോൾ കൂടുതൽ ഷെയർസ് ആഡ് ചെയ്യാത്തത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ETF ആണ്. ഇതൊരു ഗോൾഡ് ETF ആണ്. ഇതിൻ്റെ 11 ഷെയറാണ് എൻ്റെ ഉള്ളത്. എൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ $172 ആണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് $159 ആണ്. ഇതിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ 19%. ഇതിൽ നിന്ന് എനിക്ക് വന്ന നഷ്ടം $149 ആണ്. ഇത് കുറഞ്ഞിരിക്കാൻ കാരണം സ്റ്റോക്ക് മാർക്കറ്റ് കൂടുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് താഴെ പോകും. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് കൂടും. സോ ഈ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഗോൾഡ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ഒരു 20% എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം എൻ്റെ പോർട്ട്ഫോളിയോ ഗോൾഡും ബോണ്ടും സ്റ്റോക്സും ETF കൊണ്ട് ടോട്ടലി ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ അതാണ് എൻ്റെ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ. എൻ്റെ ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ കൂടെ ചേരണമെങ്കിൽ താഴെ ഈ ചാനലിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ്, ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റാർട്ട്. നിങ്ങളൊരു $10 അല്ലെങ്കിൽ $100 ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ഫീസ് ഇല്ല, നിങ്ങൾക്ക് ഇതിന് ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ നിങ്ങൾ എന്ത് നോക്കണം, ഒരു $10 അല്ലെങ്കിൽ $100 ഒരു ആഴ്ച അല്ലെങ്കിൽ മാസം ഇതിലേക്ക് ഇട്ടോ. സ്ലോലി ഇറ്റ് വിൽ കോമ്പൗണ്ട് ആൻഡ് കോമ്പൗണ്ട്. പിന്നെ നിങ്ങൾ അറിയും മുമ്പേ നിങ്ങൾക്കൊരു വീട് വാങ്ങാനുള്ള ഡൗൺ പേയ്മെന്റ് ആയിരിക്കും. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.